ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ധാരാളം നോക്കാം. ആദ്യത്തേത് സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേയിലുള്ള ഒഴിവുകളെ കുറിച്ചാണ്. 1007 അപ്രന്റീസ് ഒഴിവുകളാണ് നിലവിലുള്ളത്. മെയ് 4 വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം. അപേക്ഷ സമർപ്പിക്കേണ്ട വെബ്സൈറ്റ് ഞാനിവിടെ ഷെയർ ചെയ്യാം. www.secr.indianrailways.gov.in. ഒന്നുകൂടി പറയാം, www.secr.indianrailways.gov.in ആണ്. 1007 അപ്രന്റീസ് ഒഴിവുകളാണ് ഉള്ളത്. ഇനി യോഗ്യത 50% മാർക്കോടുകൂടി 10ാം ക്ലാസ് പാസ്സായിരിക്കണം, അല്ലെങ്കിൽ തത്തുല്യമായത്. അതുപോലെ തന്നെ ബന്ധപ്പെട്ട ട്രേഡിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് വേണം, ITI. പ്രായം 15 മുതൽ 24 വരെയാണ്. എന്നിരുന്നാലും അർഹർക്ക് ഇളവുകളുണ്ട് പ്രായത്തിൻ്റെ കേസിൽ. സ്റ്റൈപ്പൻഡ് 2 വർഷ ITIക്കാർക്ക് 8050 രൂപ, 1 വർഷമുള്ളവർക്ക് 7700 രൂപ. തിരഞ്ഞെടുപ്പ് യോഗ്യതാ പരീക്ഷയിലെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഒട്ടും തന്നെ വൈകിക്കേണ്ട, അപ്ലൈ ചെയ്ത് തുടങ്ങിക്കോളൂ. അടുത്തത് NPCIL 122 അപ്രന്റീസ് ഒഴിവുകളുണ്ട്. ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിന് കീഴിൽ തമിഴ്നാടുള്ള കൽപ്പാക്കത്തെ മദ്രാസ് അറ്റോമിക് പവർ സ്റ്റേഷനിൽ 122 അപ്രന്റീസിൻ്റെ ഒഴിവുണ്ട്. ഈ മാസം 30 വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം. സമർപ്പിക്കേണ്ട വെബ്സൈറ്റ് www.npcil.nic.in ആണ്. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് വ്യോമസേനയിലുള്ള ഒഴിവുകളെ കുറിച്ചാണ്. വ്യോമസേനയിൽ അഗ്നിവീർ വായു മ്യൂസീഷ്യൻ ആകാൻ അവിവാഹിതരായ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അവസരമുണ്ട്. 4 വർഷത്തേക്കാണ് നിയമനം. ജൂൺ 10 മുതൽ 18 വരെ ന്യൂഡൽഹി, ബാംഗ്ലൂരു എന്നിവിടങ്ങളിൽ റിക്രൂട്ട്മെന്റ് റാലി നടത്തും. റാലിയിൽ പങ്കെടുക്കാൻ ഈ മാസം 21 മുതൽ മെയ് 11 വരെ നിങ്ങൾ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യണം. ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യേണ്ട വെബ്സൈറ്റ് പറയാം. https://agnipathvayu.cdac.in. എന്താണ് വെബ്സൈറ്റ്? agnipathvayu.cdac.in. യോഗ്യത 10ാം ക്ലാസ്സോ അല്ലെങ്കിൽ തത്തുല്യമായതോ, സംഗീതത്തിലും ഏതെങ്കിലും ഒരു സംഗീത ഉപകരണത്തിലും പ്രാവീണ്യം വേണം, സംഗീത പരിചയ സർട്ടിഫിക്കറ്റോ തത്തുല്യ യോഗ്യത. അതുപോലെ തന്നെ പ്രായം 2005 ജനുവരി 1 മുതൽ 2008 ജൂലൈ 1 കാലയളവിൽ ജനിച്ചവരായിരിക്കണം. ശമ്പളം ആദ്യത്തെ വർഷം മാസം 30,000 രൂപയും തുടർന്നുള്ള വർഷങ്ങളിൽ യഥാക്രമം 33,000, 36,500, 40,000 രൂപ ശമ്പളമായിട്ട് ലഭിക്കും. പരീക്ഷയ്ക്ക് ഫീസ് ഉണ്ട്, 100 രൂപ. GST പുറമേ ഉണ്ടാകും. തിരഞ്ഞെടുപ്പ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ്, ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ്, അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ്, മെഡിക്കൽ എക്സാമിനേഷൻ എന്നിവ മുഖേന എഴുത്തു പരീക്ഷയുമുണ്ട്. ശാരീരിക യോഗ്യത സംബന്ധിച്ച വിവരങ്ങളൊക്കെ മുകളിൽ പറഞ്ഞ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. ഒപ്പം തന്നെ എയർപോർട്ട്സ് അതോറിറ്റിയുടെ 309 എക്സിക്യൂട്ടീവ് ഒഴിവുകളിലേക്കും കൂടി അപേക്ഷ വരുന്നു. ഡൽഹിയിലെ എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് കീഴിൽ 309 ജൂനിയർ എക്സിക്യൂട്ടീവ്, അതായത് എയർ ട്രാഫിക് കൺട്രോളിലേക്ക് ഒഴിവുണ്ട്. ഈ മാസം 25 മുതൽ മെയ് 24 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം. www.ai.aero എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. യോഗ്യത BSc ഫിസിക്സും മാത്സും പഠിച്ച്, അല്ലെങ്കിൽ BTech, BE ഏതെങ്കിലും സെമസ്റ്ററിൽ ഫിസിക്സും മാത്സും വേണം. ഇംഗ്ലീഷിൽ പ്രാവീണ്യം വേണം. 10-12 ക്ലാസ്സുകളിൽ ഇംഗ്ലീഷ് പഠിച്ചിരിക്കണം. പ്രായപരിധി 27 ആണ്. അർഹരായവർക്ക് ഇളവുകളുണ്ട്. ശമ്പളം 40,000 രൂപ മുതൽ 1,40,000 രൂപ വരെയാണ്. ഫീസ് 1000 രൂപ. പട്ടിക വിഭാഗം, ഭിന്നശേഷിക്കാർ, സ്ത്രീകൾ, എയർപോർട്ട് അതോറിറ്റിയിൽ 1 വർഷം അപ്രന്റീസ്ഷിപ്പ് പൂർത്തിയാക്കിയവർക്ക് ഫീസ് ഇല്ല. തിരഞ്ഞെടുപ്പ് ഓൺലൈൻ ടെസ്റ്റ്, വോയിസ് ടെസ്റ്റ്, സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ടെസ്റ്റ്, സൈക്കോളജിക്കൽ അസസ്മെന്റ് ടെസ്റ്റ്, മെഡിക്കൽ ടെസ്റ്റ്, ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ എന്നീ മുഖേനയാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. അടുത്തത് നമ്മൾ നോക്കുന്നത് നഴ്സിംഗ് ഓഫീസറുടെ ഒഴിവുകളെ കുറിച്ചാണ്. ലക്നൌവിൽ കിങ് ജോർജ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ 733 നഴ്സിംഗ് ഓഫീസർ ഒഴിവുണ്ട്. മെയ് 14 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം. അപേക്ഷ സമർപ്പിക്കേണ്ടത് www.kgmu.org എന്ന വെബ്സൈറ്റ് മുഖേനയാണ്. യോഗ്യത BSc നഴ്സിംഗ് അല്ലെങ്കിൽ GNM ഡിപ്ലോമയും 2 വർഷ പരിചയവും വേണം. പ്രായം 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെ. ശമ്പളം 44,900 രൂപ മുതൽ 1,42,400 രൂപ വരെയാണ്. തിരഞ്ഞെടുപ്പ് കോമൺ റിക്രൂട്ട്മെന്റ് ടെസ്റ്റ് വഴിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇതേപോലുള്ള ജോലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും മറ്റും അറിയാൻ നമ്മുടെ കൂടെ കൂടുക. ഉപകാരപ്രദമാണെങ്കിൽ ജോലി അന്വേഷിക്കുന്ന അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരികളിലേക്കോ കൂട്ടുകാരന്മാരിലേക്കോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു അപ്ഡേറ്റ്സിൽ കാണാം. താങ്ക്